സൗദിയിലെ റിയാദിൽ ഒരു നിർണായക ചർച്ച നടക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം യുഎസും റഷ്യയും ആദ്യമായി ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്, കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധമാണ് പ്രധാന ചർച്ചാ വിഷയം. അത് അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. അതിലുപരി ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിൽ മാസം ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി കൂടിയാണ് നിലവിലെ ഈ ചർച്ച നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. നമുക്കറിയാം, യുക്രൈൻ റഷ്യ യുദ്ധം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ട്രംപ് കാണുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിം സർ, ഈ നമുക്കറിയാം ചരിത്രപരമായ യുഎസിൻ്റെ നയം അത് വെച്ച് നോക്കുകയാണെങ്കിൽ യുക്രൈനെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ്. ഇപ്പോൾ ഈ ഒരു നിലപാട്, ഈ ഒരു കൂടിക്കാഴ്ച എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഞാനും നിഷാദും തമ്മിൽ തല്ലുകൂടുവാണ്. അപ്പോൾ അമൃത പറയാണ്, ഞാനും നിഷാദും ചർച്ച ചെയ്ത് ഈ തല്ല് അവസാനിപ്പിക്കാം, എന്നെ ഒഴിവാക്കി നിർത്താണ്. എങ്ങനെയായിരിക്കും ചർച്ച അവസാനിക്കുക? അതിൻ്റെ ഒരു ഔട്ട്കമാണ് ആ ചർച്ച എന്ന് വരാൻ പോകുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ചർച്ച ചെയ്യുന്നവരായിട്ടാണ് റഷ്യയായിട്ട്. യുക്രൈൻ പ്രതിനിധിയില്ല, ഞാൻ എന്താ പൊട്ടണ എന്ന് സെലൻസ്കി ചോദിക്കുകയാണ്. എന്നോട് ചോദിക്കാതെ ഒരു ചർച്ചയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ പരമ്പരാഗത നയത്തെക്കുറിച്ച് അമൃത പറഞ്ഞു. കാരണം ഈ പ്രശ്നത്തിൻ്റെ തുടക്കം യുക്രൈൻ്റെ നാറ്റോ അംഗത്വം നൽകും എന്ന അപ്രഹെൻഷനിൽ റഷ്യ തുടങ്ങി വെച്ച ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ റഷ്യയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിൽപ്പെടുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ യുക്രൈനുണ്ട്, പോളണ്ട് പിന്നീട് യൂറോപ്യൻ രാജ്യമായി മാറി, അങ്ങനെ അതിൽ ഫിൻലാൻഡ്, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ യൂറോപ്പ് തങ്ങൾക്ക് അടുത്തേക്ക് വരുന്നു, റഷ്യയ്ക്ക് അടുത്തേക്ക് വരുന്നു. നാറ്റോയിൽ യുക്രൈൻ അംഗത്വം കൊടുത്താൽ യൂറോപ്പിൻ്റെ സൈനിക ശക്തി റഷ്യയുടെ അതിർത്തി വരെ വരും. അതിലെ ഭയമാണ് റഷ്യ ഇപ്പോൾ ഈ യുക്രൈൻ അധിനിവേശം നടത്താനുള്ളൊരു കാരണം. അപ്പോൾ നാറ്റോയുടെ പ്രധാനപ്പെട്ട ഫണ്ടിങ്ങാരാണ് അത് അമേരിക്കയാണ്. അപ്പോൾ ട്രംപ് 2014 അധികാരത്തിൽ വരുമ്പോൾ ട്രംപ് ആദ്യം പറഞ്ഞെന്താണ്, ഈ നാറ്റോയ്ക്ക് വേണ്ടി അമേരിക്ക കുറേ പൈസ കൊടുക്കുന്നുണ്ട്, ആ പരിപാടിക്ക് എല്ലാവരും തുല്യം ഷെയർ ഇടണം, ഞങ്ങൾ മാത്രമായിട്ട് പണം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നാറ്റോ എന്ത് ചെയ്യണം, പിരിച്ചുവിടുകയാണ് നല്ലതെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഭാഗ്യത്തിന് ട്രംപിൻ്റെ കാലത്ത് പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല. പിന്നെ ബൈഡൻ്റെ ഭരണകാലത്താണ് ഈ പറയുന്ന യുദ്ധം ഉണ്ടാകുന്നത്. ബൈഡൻ പക്ഷേ യുക്രൈന് വേണ്ട സായുധ സഹായം നൽകിയിട്ടുണ്ട്, ആയുധങ്ങൾ നൽകുന്നു, പണം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നാറ്റോയുടെ കൂടി പിന്തുണയോടെയാണ് യുക്രൈൻ റഷ്യയെ ചെറുത്ത് നിൽക്കുന്നത്, റഷ്യൻ അധിനിവേശത്തെ ചെറുത്ത് നിൽക്കുന്നത്. ട്രംപ് പരമ്പരാഗതമായി പുടിനുമായി ഭയങ്കര സൗഹൃദമാണ്. ഒരുപക്ഷെ ട്രംപിന് ആരാധനയുള്ള ഒരു ലോക നേതാവാണ് പുടിൻ. അത് അദ്ദേഹത്തിന് 1ാം ടേമിൽ നമ്മൾ കണ്ടതാണ്. പുടിനെ പറ്റി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം, ബഹുമാനം, അത് നമുക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള കഥകൾ വേറെ കുറേ ഉണ്ട്. പക്ഷേ എന്തോ ട്രംപിന് പുടിനോട് സ്നേഹമാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൺസേൺ അമേരിക്കക്കാർക്കിടയിൽ തന്നെയുണ്ട്. തങ്ങളുടെ ശത്രു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനോട് നമ്മുടെ പ്രസിഡന്റിന് ആരാധന, അദ്ദേഹത്തോട് സൗഹൃദം, അതെത്രമാത്രം നമ്മളെ വൾണറബിൾ ആക്കുന്നുണ്ട്, അമേരിക്ക പോലൊരു രാജ്യത്തെ വൾണറബിൾ ആക്കുന്നുണ്ട് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നിരിക്കെ ഇനിയിപ്പോൾ യുക്രൈൻ യുദ്ധം നിർത്താം. അപ്പോൾ ട്രംപിനെ പറ്റി എല്ലാവരും പറയുന്നത് എന്താണ്, ഡീലിൻ്റെ ആളാണ് അദ്ദേഹം, ദ ബെസ്റ്റ് ഡീൽ എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ അങ്ങനെ ഡീൽ നടത്തി ഒരു യുദ്ധം അവസാനിപ്പിച്ചു, നാളെ നോബൽ പ്രൈസ് കിട്ടിക്കളയാമെന്നാണോ ട്രംപ് ചിന്തിക്കുന്നത് അറിയില്ല. ഇനി ഏത് ഡീലിനെയും ട്രംപ് കാണുന്നത് എങ്ങനെയാണ്, അതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഗസയുടെ കാര്യം കണ്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ട്രംപിനെ നമുക്കറിയാം, ട്രംപിന് അങ്ങനെ ഒരു ചരിത്രപരമോ രാഷ്ട്രീയമോമായ അവഗാഹമുള്ളൊരു നേതാവല്ല അദ്ദേഹം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായതെന്നും അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നും അത് ആ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും പ്രശ്നങ്ങളും എന്താണെന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഗസയിലെ യുദ്ധം ഉടനെ അവസാനിപ്പിക്കുക, എന്നിട്ട് ആ ഗസ ഭൂമിയൊക്കെ വിറ്റ് അവിടെ ഒരു ടൂറിസം കേന്ദ്രം പണിയുക, ഇതാണ് അദ്ദേഹം ചിന്തിക്കുക. അതുപോലെ അതേ യുക്തി വെച്ചിട്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക, അതിന് യുക്രൈനായിട്ട് ചർച്ച ചെയ്യേണ്ടതില്ല, പുടിനുമായിട്ട് ചർച്ച ചെയ്താൽ, പുടിനുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ടല്ലോ, അപ്പോൾ പുടിനോട് ഞാൻ പറഞ്ഞ അദ്ദേഹം കേൾക്കും, അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ പുടിന് യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയും നമ്മുടെ മുമ്പിലില്ല. ഇനി അഥവാ ട്രംപ് പറയുന്നത് കേട്ട് ട്രംപിൻ്റെ ചർച്ചയുടെ ഭാഗമായി പുടിൻ യുദ്ധം അവസാനിപ്പിച്ചാൽ അതൊരു വിൻ ഡീലായിരിക്കില്ല. അത് റഷ്യക്ക് മാത്രം ഉപകാരപ്പെടുന്ന എന്തോ ഒരു ഡീലായേ അത് വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം നിലവിൽ തന്നെ ക്രൈമിയ അവർ അനക്സ് ചെയ്തിരിക്കുകയാണ്. ക്രൈമിയ റഷ്യ അധിനിവേശം നടത്തി കഴിഞ്ഞു. ഈസ്റ്റേൺ യുക്രൈൻ എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ റഷ്യൻ പട്ടാളത്തിൻ്റെ കീഴിലാണ്. അവിടെയാണ് യുദ്ധം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത്. എങ്ങനെയായിരിക്കും ഒരു ഡീല് വരിക? അതായത് ഇപ്പോൾ നിലവിൽ റഷ്യക്കാർ അധിനിവേശം നടത്തിയിട്ടുള്ള കിഴക്കൻ യുക്രൈനിൽ നിന്ന് അവർ പിന്മാറാതിരിക്കുക, അതിന് പകരം എന്ത് ചെയ്യുക, അവിടെ ഒരു മതിൽ കെട്ടുക. അത് മതിലാണല്ലോ ട്രംപിൻ്റെ മറ്റൊരു പരിഹാരം, എല്ലാത്തിനും മതിൽ കെട്ടുക എന്നുള്ളതാണ്.
അങ്ങനെ മതിൽ കെട്ടി അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ അത്? അല്ല. അത് ഒരു വലിയ പ്രശ്നം. അപ്പോൾ സെലൻസ്കി, അതായത് യുക്രൈനെ വിശ്വാസത്തിലെടുക്കാതെ ഒരു ചർച്ചയും മുന്നോട്ട് പോയില്ല. അതിൻ്റെ തുടക്കം തന്നെ പാളിയെന്നുള്ള ഉദാഹരണമാണ് നമ്മൾ സൗദി അറേബ്യയിൽ കാണുന്നത്. എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് മറ്റാരും വേറെ എവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കാൻ പോകുന്നില്ലല്ലോ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സമീപനം, ഈ ഡീല് ശരിയാവോ ഇല്ലേ, യുദ്ധം നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ട്രംപിൻ്റെ ഈ സമീപനം യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളാണ്. അവർക്കിടയിൽ അമേരിക്കയെക്കുറിച്ചും ട്രംപിനെക്കുറിച്ചും ഉണ്ടാകുന്ന ഒരു അവിശ്വാസമുണ്ട്. ആ വിശ്വാസം ഈ നാറ്റോ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യത്തെ ശിഥിലമാക്കാൻ പോകുന്ന ഒന്നാണ്. ശിഥിലമാക്കും, ഒന്ന്. രണ്ട്, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്ന ഈ ഡിവൈഡ്, റഷ്യയെ ചൊല്ലിയുള്ള ഈ ഡിവൈഡ്, ഒരു പലതരത്തിൽ ഈ മേഖലയിൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരുതരം അരക്ഷിതാവസ്ഥ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ഏത് സമയവും റഷ്യ ഞങ്ങൾ ആക്രമിച്ചു കളയാം. പ്രത്യേകിച്ചും UK, അമേരിക്കയേക്കാൾ റഷ്യയുമായി ഏറ്റവും ശത്രുത പുലർത്തുന്ന ഒരു രാജ്യമാണ് UK പല കാര്യങ്ങളിൽ പുടിനോട് വിയോജിപ്പുണ്ട്, റഷ്യ എന്ന രാജ്യത്തോട് വിയോജിപ്പുണ്ട്. അത് ഈ UKയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെയും ഉലയ്ക്കും. കാരണം അമേരിക്ക എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് അവർക്കില്ലാതാവുകയാണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇത് പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഔട്ട്കം ഉണ്ടാക്കും. അതുകൊണ്ടിപ്പോൾ യുദ്ധം നിൽക്കും എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം അതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയില്ലാത്ത ചർച്ച ഒരിക്കലും അതിൻ്റെ ഔട്ട്കം സെലൻസ്കിയോ യുക്രൈനോ അംഗീകരിക്കാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, കുറേ കൂടി റഷ്യൻ അനുകൂലിയായ ഒരു പ്രസിഡന്റ് യുക്രൈനിൽ ഉണ്ടാവണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും അങ്ങനെ ഉണ്ട്. എന്താണ്, സെലൻസ്കിയുടെ പോളിംഗ്, അതായത് ഇപ്പോൾ അഭിപ്രായ സർവേ പ്രകാരം സെലൻസ്കി അത്ര യുക്രൈൻകാർ അംഗീകരിക്കുന്നില്ല. ദോസ് നമ്പേഴ്സ് ആർ നോട്ട് ഗ്രേറ്റ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ട്രംപ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുക, സെലൻസ്കിയെ മാറ്റുക, പുതിയൊരു റഷ്യൻ അനുകൂലിയായ പ്രസിഡന്റിനെ കൊണ്ടുവരിക എന്നൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതൊക്കെ എത്രമാത്രം നടക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഒരു രാജ്യം അവരുടെ സർവൈവലിന് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ രാജ്യ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. അവർക്കെതിരെ പോരാടണം, ആ സൈന്യത്തെ പുറത്താക്കുക എന്നുള്ളതാണ് അവരുടെ അടിയന്തര ആവശ്യം. ഇത്ര വർഷങ്ങളായിട്ട് അവരത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് യുക്രൈനെതിരായിട്ടും റഷ്യയ്ക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അവരത് എത്രമാത്രം സ്വീകരിക്കും എന്ന് നമുക്കറിയില്ല. അതിനോട് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് അംഗരാജ്യങ്ങൾ ആ തീരുമാനത്തെ അംഗീകരിക്കുമോ? ഇത് കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോവുക. അതായത് അറിയാത്ത പണിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത് റിയൽ എസ്റ്റേറ്റ് വെച്ചോടാണ്, യുദ്ധം നിർത്തലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, ഈ ഗസ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ തന്നെ പറയുന്നത് ട്രംപിൻ്റെ ഒരു വൺ മാൻ ഷോ ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് അതിൻ്റെ ഭാവി എന്തായിരിക്കും, സമാധാനം വരുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം. പക്ഷേ എപ്പോഴും ഈ റഷ്യയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു US നയം ഇതുകൊണ്ട് തീരുകയാണെന്ന് കരുതാൻ പറ്റുമോ? അല്ല, എന്ന് വെച്ചാൽ റഷ്യയ്ക്ക് താല്പര്യമുള്ള, റഷ്യയ്ക്ക് സന്തോഷമുള്ള ഒരു പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന അഭിപ്രായമുള്ള ആളാണ് ട്രംപ്. അദ്ദേഹം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ. നോക്കൂ, അമേരിക്ക ഫസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം, എപ്പോഴും ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന്. അമേരിക്ക ഫസ്റ്റ് ഉള്ള മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാന തത്വം, ലോകത്തെല്ലായിടത്തും പോയി വഴക്കുണ്ടാക്കി നമ്മുടെ സ്വത്തും നമ്മുടെ വിഭവവും ചോർത്തി കളയേണ്ടതില്ല, അമേരിക്കയെ ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ മഹത്തരമാക്കി നിലനിർത്തുക. അപ്പോൾ എല്ലായിടത്തും നാറ്റോ ഉണ്ടാക്കുന്ന എല്ലാ വഴക്കിനകത്തും പോയി നമ്മൾ മാത്രമായിട്ട് കൂടുതൽ പൈസ കൊടുക്കുക, നമ്മൾ മാത്രമായിട്ട് ആയുധങ്ങൾ കൊടുക്കുക. അതിൻ്റെ ബാധ്യത ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, നാറ്റോയെ കൊണ്ടു നടക്കേണ്ട ബാധ്യത ഞങ്ങളുടെയല്ല, ഞങ്ങളുടെ വിഭവത്തെ കുത്തിച്ചോർത്തുകയാണ് നാറ്റോയുടെ ഈ ഫണ്ടിങ് ഏർപ്പാടെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ ആരാണ് ഈ യുക്രൈനിൽ പോയി ഈ യുദ്ധത്തിന് പ്രൊവോക്കേറ്റീവായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ആരാണ്? നാറ്റോയാണ്. നാറ്റോ എല്ലാ അർത്ഥത്തിലും ഇതിനെ സായുധമാക്കുകയാണ് യുക്രൈൻ നമുക്കൊരു ഭീഷണിയാവുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ പുടിൻ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇനി അത്തരം ഏർപ്പാടുകൾക്ക് നമ്മൾ നിന്നു കൊടുക്കേണ്ടതില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതെല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ യുദ്ധം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, റഷ്യയോടും റഷ്യൻ്റെ ഭരണ നേതാവായ പുടിനോടും അദ്ദേഹത്തിന് പ്രത്യേകമായ ആരാധനയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃപാടവശേഷി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ലോകത്തെ അതിനകത്ത് ഭയങ്കര വിഭാവന ശേഷിയുള്ള ആളാണെന്നുള്ള പുകഴ്ത്തൽ അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴായി പറയുന്നു. അവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ, ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ട്. റഷ്യയിൽ പലതരത്തിലുള്ള താല്പര്യങ്ങൾ, ഇദ്ദേഹം ഒരു കച്ചവടക്കാരൻ കൂടിയാണല്ലോ, പലതരത്തിലുള്ള താല്പര്യങ്ങൾ ട്രംപിനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കഥകളും ആരോപണങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്താണ്? റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് നമ്മളൊരു ശീതയുദ്ധത്തിൻ്റെ ഒരു റീസ്റ്റാർട്ട് വേണ്ട. എത്രയോ കാലം സോവിയറ്റ് യൂണിയനുമായി ശീതയുദ്ധം ഉണ്ടായിരുന്ന ഒന്നാണ്. അത്തരമൊരു ശീതയുദ്ധത്തിൻ്റെ ഒരു പൊസിഷനിലേക്ക് കടന്നിട്ട് വീണ്ടും ഈ പറയുന്ന ഒരു പിരിമുറുക്കത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക, അത് അമേരിക്കയ്ക്ക് ലോസേ ഉണ്ടാക്കുകയുള്ളൂ. പകരം ഏറ്റവും ശക്തനായ എതിരാളിയെ ഒപ്പം നിർത്തിക്കൊണ്ട് ലോകസ്ഥിരത, ഒരേ നയപരിപാടിയുടെ അടിസ്ഥാനത്തിൽ പോകാൻ കഴിയുക, ഭീകരവാദത്തിനെതിരെ ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറയുക, ഒപ്പം
ലോകത്തിൻ്റെ സ്ഥിരതയ്ക്ക് എന്ന് മാത്രമല്ല അപ്പുറത്ത് ചൈന ഒരു വലിയ ത്രെട്ടായി വരുന്നു. ചൈന അമേരിക്ക ദ്വന്ദ്ം സൃഷ്ടിക്കപ്പെടുന്നതിനേക്കാൾ ട്രംപ് ആഗ്രഹിക്കുന്നത് ഐ തിങ്ക് റഷ്യയുമായി ഒരു പാരസ്പര്യത്തിൽ പോകാം, റഷ്യയെ അമേരിക്കയ്ക്ക് ബദലായ ഒരു രാജ്യമാക്കി ഉയർത്തി നിർത്താം. അങ്ങനെ ചൈനയുടെ ഭാവിയിലെ സാധ്യതകളെ കെടുത്തിക്കളയുക എന്ന് പറയുന്ന ഒരുപക്ഷെ കടന്ന ആലോചനയും ട്രംപിനകത്തുണ്ടാവും എന്ന് നമ്മൾ സാധാരണ നിലയ്ക്ക് സംശയിക്കണം. പിന്നെ ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയുടെ എണ്ണ പോകുന്ന വഴിയാണ് നമുക്കിപ്പോൾ അറിയാം. റഷ്യ എണ്ണയുടെയും പ്രകൃതിവാദത്തിൻ്റെയും കാര്യത്തിൽ വലിയ ഒരു കോൺട്രിബ്യൂട്ടറാണ് എന്ന കാര്യം അറിയാം. ഈ അമേരിക്കയുടെ ഊർജ്ജ മേഖലയുടെ സ്ഥിരത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കെ എന്താണ് റഷ്യയുമായി വഴക്കിട്ട് അവരുമായിട്ട് ഉപരോധത്തിലിട്ട് അവരുടെ എണ്ണ വാങ്ങിക്കാതിരിക്കുക, അവരുമായിട്ടൊരു അകലം ഉണ്ടാക്കുന്നത് എന്തിനാണ്? അപ്പോൾ റഷ്യ ലോകത്തെ ഏറ്റവും വലിയ ശക്തി രാജ്യങ്ങളിലൊന്നാണ്. പുടിൻ വലിയ നേതാക്കളിൽ ഒരാളാണ്. അവരുടെ കയ്യിൽ ഒരുപാട് എണ്ണയുണ്ട്, അവരുടെ കയ്യിൽ ഒരുപാട് പ്രകൃതിവാതകമുണ്ട്. അപ്പോൾ അവരുമായി ഒരു ധാരണയിൽ പോകുന്നതാണ് എല്ലാ അർത്ഥത്തിലും നല്ലത്. അവർക്ക് ഏണി വെക്കുന്ന തരത്തിലുള്ള ഈ പടക്കം പൊട്ടിക്കുന്ന നിലപാട് നമ്മൾ കൊണ്ടേ പൈസ കൊടുക്കുക, നമ്മളതിൻ്റെ കെടുതികൾ മുഴുവൻ അനുഭവിക്കുക എന്തിനാണെന്നാണ്. അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒപ്പിക്കുന്ന പണികളാണെന്നാണ് സാധാരണയിലേക്ക് മനസ്സിലാക്കേണ്ടത്. അത് നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ, അതായത് യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഏത് നീക്കവും ഏത് ചർച്ചയും യൂറോപ്യൻ യൂണിയൻ്റെ പങ്കാളിത്തമില്ലാതെ സാധ്യമാകുന്നതല്ല എന്ന് അവിടുത്തെ രാഷ്ട്ര നേതാക്കൾ അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരെ എല്ലാം കൂടെ കൂടിയിരുത്തിയാൽ ട്രംപിൻ്റെ പ്ലാനനുസരിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു പരിശ്രമം നടത്തി നോക്കുകയാണ്. അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ചോദിച്ചാൽ അത് അറിയില്ല, അത് നോക്കണം എന്തായാലും. പക്ഷേ അമേരിക്ക ഏതൊരു യുദ്ധത്തിൻ്റെയും ഒരു വശത്ത് നിന്ന് അമേരിക്ക പിൻവാങ്ങാൻ തീരുമാനിക്കുന്ന നിമിഷം യുദ്ധത്തിൻ്റെ സാധ്യതകൾ കുറഞ്ഞു തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്ക പിൻവാങ്ങിയ യുദ്ധത്തിൽ നിന്ന്, അമേരിക്ക ആയുധങ്ങളുടെ ഏട് കൊടുക്കാത്ത യുദ്ധത്തിൽ നിന്ന്, അമേരിക്ക പണം കൊടുക്കാത്ത ഒരു യുദ്ധത്തിൽ നിന്ന് യുദ്ധം എത്ര നാൾ മറ്റു രാജ്യങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റും? അതിപ്പം നയതന്ത്രപരമായാലും കൊള്ളാം, സാമ്പത്തികമായാലും ആയുധങ്ങളുടെ സഹായം കൊണ്ടും അമേരിക്കയുടെ സഹായം ഇല്ലാതെ ഇന്നൊരു യുദ്ധവും ലോകത്ത് നടത്താൻ പറ്റില്ലാത്ത സിറ്റുവേഷനുണ്ട്. അതുകൊണ്ട് അമേരിക്ക സീരിയസ്ലി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ യുക്രൈനെ സംബന്ധിച്ചും യുക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ യൂണിയനെ നാറ്റോയെ സംബന്ധിച്ചും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം ഏതെങ്കിലും വിധത്തിൽ യുദ്ധം അവസാനിക്കട്ടെ. പക്ഷേ ഇതിനകത്തുള്ളത് ട്രംപിൻ്റെ തികച്ചും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തായാലും ഒരു കാര്യം സമ്മതിക്കണം, പുടിൻ ട്രംപിനെ മേശയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നുവെച്ചാൽ അയാളുടെ പവർ ആ നിലയ്ക്ക് ചില്ലറയല്ല. കണ്ടറിയണം ട്രംപിൻ്റെ ഐഡിയകൾ ഏത് രീതിയിലായിരിക്കും നടപ്പാവുക എന്ന്.